الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ റഹ്മാനേ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ഇൽമിന്റെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരും നീ സ്വർഗത്തിന്റെ ഹൃക്കാല് പെടുത്തണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഹതഭാഗ്യർ അസ്ഹാബു ഷിമാലിക്ക് അല്ലാഹു തആല വലിയ ശിക്ഷയാണ് നരകത്തിൽ കൊടുക്കുന്നത്. ആ ശിക്ഷ കൊടുക്കാനുള്ള കാരണം എന്താണ് എന്ന് അല്ലാഹു തആല അവർക്ക് വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടാണ് അവർ എന്താക്കുന്നത്, നരകത്തിലേക്ക് കടത്തുന്നത്. അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. ഓ സത്യനിഷേധികളെ, നിങ്ങൾ ഭൂമി ലോകത്ത് അള്ളാഹുവിനെ വിശ്വസിക്കാത്തതിന്റെ പേരിൽ, അന്ത്യനാളിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ അത് കാരണം നിങ്ങൾ നരകത്തിലേക്ക് കടക്കുക എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇല്ല, അള്ളാഹുവിന്റെ മുമ്പിലും അവൻ കളവ് പറയാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ സത്യത്തെ നിഷേധിക്കാൻ അവൻ തയ്യാറാകും. അള്ളാഹു അവന്റെ മലക്കുകളെ കൊണ്ടുവന്നിട്ട് അവൻ ചെയ്ത ഓരോ അവൻ ചെയ്ത ഓരോ പ്രവർത്തനത്തിന്റെ ആ എഴുതി വെച്ച ആ കിതാബിനെ അവന്റെ മുമ്പിൽ കാണിക്കുമ്പോൾ അവൻ പറയും, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലഖദ് കതബ അലയ്യ ഹാദൽ മലക്കു മാ ലം അഅമൽ. അല്ലാഹുവേ, ഈ മലക്ക് എഴുതിയത് മുഴുവനും ഞാൻ ചെയ്യാത്തതാണ്. ഈ മലായിക മുഴുവനും എന്റെ കിതാബ് കൊണ്ടുവന്നിട്ട് എഴുതി വെച്ചത് ഞാൻ ചെയ്യാത്തതാണ്. അപ്പോഴാണ് ഫയഖൂലു ലഹുൽ മലക്കു, മലക്ക് അവനോട് പറയും, അമാ അമിൽത കദ, ഇന്ന ടൈമിൽ ഇന്ന പക്കത്ത് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ അമൽ ചെയ്തിട്ടില്ലേ? അമാ അമിൽത കദാ ഫി യൗമിൻ കദാ ഫി മക്കാനിൻ കദാ. അപ്പോൾ അവൻ പറയും, ലാ വഇസ്സതുക ഐ റബ്ബി മാ അമിൽതുഹു, ഞാൻ അങ്ങനത്തെ അമൽ ചെയ്തിട്ടേ ഇല്ല. ഞാൻ നിസ്കരിച്ചവനാണ്, ഞാൻ നോമ്പ് നോക്കിയവനാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കും, യാ റബ്ബി, ഓ എന്റെ റബ്ബേ, അക്രമത്തിൽ നിന്ന് എന്നെ നീ കാക്കുന്നില്ലേ? അക്രമത്തിൽ നിന്നിട്ട് എന്നെ ഈ നരകത്തിലേക്ക് നീ വലിച്ചത് അക്രമമാണ്, അതിൽ നിന്നിട്ട് എന്നെ നീ രക്ഷപ്പെടുത്തുന്നില്ലേ? അള്ളാഹു പറയും, ബല, രക്ഷപ്പെടുത്താം. അപ്പോൾ അവൻ പറയും, ഞാൻ ചെയ്തത് ഈ മരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് എനിക്ക് വിശ്വാസമില്ല. ഞാൻ വിശ്വസിക്കണമെങ്കിൽ എന്നിൽ നിന്ന് തന്നെ എനിക്ക് എന്താവണം, ഒരു സാക്ഷി വേണം. അതാണ് ഇന്നലെ പറഞ്ഞു വെച്ചത്. ഫയഖൂലു, അവൻ പറയും അള്ളാഹുവിന്റെ മുമ്പിൽ, ഇന്നി ലാ ഉജീസു അലയ്യ ഇല്ലാ ഷാഹിദം മിന്നി, എനിക്ക് സാക്ഷി എന്നിൽ നിന്ന് തന്നെ വേണം. അവൻ വിചാരിക്കും, എന്റെ നാവ് കൊണ്ട് ദുനിയാവിൽ പലതും കളവ് പറഞ്ഞിട്ട് ഞാൻ നേടിയിട്ടുണ്ട്, പലരെ മുമ്പിലും ഞാൻ കളവ് പറഞ്ഞിട്ട്, പല സ്റ്റേഷനിലും പല സ്ഥലത്തും കളവ് പറഞ്ഞിട്ട് എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും എനിക്ക് എന്താക്കാം, കളവ് പറഞ്ഞിട്ട് നേടാം. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, ശരി എങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്നിൽ തന്നെ എന്താക്കാം, സാക്ഷി കൊണ്ടുവരാം. അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നത്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഇഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു തആല അപ്പോൾ അവനിൽ നിന്ന് തന്നെ ഒരു സാക്ഷിനെ കൊണ്ടുവരികയാണ്. അവന്റെ നാവിലേക്ക് മുദ്ര വെച്ചു പോയി എന്ന് പറഞ്ഞാൽ, നാവിനിക്ക് ചലനമില്ല, സംസാരിക്കാനുള്ള കഴിവ് നാവിനിക്കില്ല. പിന്നെ സംസാരിക്കുന്നത് അവന്റെ മൂക്കാണ്, അവന്റെ കയ്യാണ്,
അവന്റെ കാലാണ്. ഓരോ അവയവങ്ങൾ മനസ്സിലാക്കണം. ഇത് ആഖിറത്തിൽ എത്തിയാൽ റബ്ബിന്റെ മുമ്പിൽ ഞങ്ങൾ അവസ്ഥയാണ് പറയുന്നത്. കണ്ണെടുത്ത് പറയും, ഞാൻ ഇന്ന സമയത്ത് ഞാൻ ഇന്ന ഹറാബ് നോക്കിയിട്ടുണ്ട്. കൈ പറയും, ഇന്ന ഹറാമ് ഞാൻ തൊട്ടിട്ടുണ്ട്, പൊടിച്ചിട്ടുണ്ട്. നാവിനിക്ക് ചലനമില്ല. ഓരോ അവയവങ്ങള് ഓരോ കാര്യം വിളിച്ചു പറയുമ്പോൾ അല്ലാഹു തആല വീണ്ടും ആ നാവിനിക്ക് ശക്തി വിട്ടുകൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ ഖാലൂ അൻതഖന അല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈഇൻ വഹുവ ഖലഖകും അവ്വല മർറത്തിൻ വഇലൈഹി തുർജഊൻ. അവന്റെ ഓരോ അവയവങ്ങള്, അവന്റെ കണ്ണും മൂക്കും കാതും എല്ലാം റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോൾ വഖാലൂ ലിജുലൂദിഹിം, അവരെ ചർമ്മത്തിനോട് തോലിനോട് അവർ ചോദിക്കും, ലിമ ശഹിദ്തും അലൈനാ, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് തന്നെ എതിരായിട്ട് കേടായിട്ട് നിന്നത്? ഞാൻ എങ്ങനെങ്കിലും കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ വിചാരിച്ചതല്ലേ? നിങ്ങൾ എന്തിനാണ് ഇത് ഈ സത്യം തുറന്നു പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളും നരകത്ത് കടക്കും, ഞങ്ങളും നരകത്ത് കടക്കും. ആര് പറയുന്നത്? സ്വന്തം തന്നെ പറയുന്നത്. എന്തിനാണ് ലിമ ശഹിദ്തും വഖാലൂ ലിജുലൂദിഹിം, അവരെ ചർമ്മങ്ങളോട്, കണ്ണുകളോട്, കാലുകളോട് അവർ ചോദിക്കും, ലിമ ശഹിദ്തും അലൈനാ, ഞങ്ങൾക്ക് കേടായിട്ട് എന്തിനാണ് നിങ്ങൾ സാക്ഷി നിൽക്കുന്നത്? അപ്പോഴാണ് ഖാലൂ, ഈ ചർമ്മങ്ങളും കണ്ണുകളും മൂക്കുകളെല്ലാം പറയും, അൻതഖന അല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈഇൻ വഹുവ ഖലഖകും അവ്വല മർറ വഇലൈഹി തുർജഊൻ. അവർ പറയും, എല്ലാ വസ്തുവിനും സംസാരത്തിന് കഴിവ് കൊടുത്ത അല്ലാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിച്ചത്. എല്ലാത്തിനും സംസാരിക്കാൻ കഴിവെടുക്കുന്ന അല്ലാഹു ഉണ്ടല്ലേ, ആ അല്ലാഹു ഞങ്ങളോട് സംസാരിക്കണം, പളക്ക പറയണം ചൊല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാതിരിക്കാൻ കഴിയും? അത് നീ മുന്നോട്ട് ആലോചനാക്കണിട്ട്. അതുകൊണ്ട് ഇലൈഹി തുർജഊൻ, ആ അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സംഉകും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. നിങ്ങൾ വിചാരിച്ചോ നിങ്ങളെ കണ്ണുകളും നിങ്ങൾക്കുള്ള കാലുകളും ചർമ്മങ്ങളും സാക്ഷി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? ഇല്ല. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ, നിങ്ങളെ ശരീരം തന്നെ നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. അതാണ് ഹബീബായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. കണ്ണുകൾ സംസാരിക്കും, കാതുകൾ സംസാരിക്കും, അതേപോലെ കൈകളും സംസാരിക്കും. മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ സ്വഹാബാക്കളെ, നാളെ ആഖിറത്തിൽ വെച്ച് ആദ്യമായിട്ട് സംസാരിക്കുന്ന അവയവം ഏതാണ്? മനസ്സിലാക്കണം. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, മനഖ്തിമു അലാ അഫ്വാഇഹിം, അവരെ നാവിലേക്ക് ഞങ്ങൾ സീൽ വെച്ചു. വതുകല്ലിമുനാ ഐദീഹിം, അവർക്കുള്ള കൈകൾ സംസാരിക്കുന്നു, കാലുകൾ സാക്ഷി നിൽക്കുന്നു. കാലും കൈയും മാത്രമല്ല, മറ്റായിട്ട് പറഞ്ഞല്ലോ, കണ്ണും കാതും എല്ലാം സംസാരിക്കും. എന്നിട്ട് മുത്തുനബി ചോദിച്ചു, സ്വഹാബാക്കളെ, ഖിയാമത്ത് നാളിന് ഒരു അടിമയുടെ ഓരോ അവയവങ്ങൾ സംസാരിക്കും, ആദ്യമായിട്ട് സംസാരിക്കുന്ന അവയവം ഏതാണ്? ആദ്യമായിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ആദ്യമായിട്ട് പളക്ക പറയുന്ന അവയവം ഏതാണ്? അപ്പോഴാണ് സ്വഹാബാക്കൾ പറഞ്ഞത്, ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, ഫയകൂനു അവ്വലു മാ യതകല്ലമു മിൻ ജവാരിഹി ഇബ്നു ആദം ഫഖദുൽ ഇസ്റാ. എല്ലാവരും മനസ്സിലാക്കണം, റബ്ബിന്റെ മുമ്പിൽ ഞാനും നിൽക്കും, നിങ്ങളും നിൽക്കും. ഇവിടെ ഒരു പക്ഷേ കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെടാം, ആഖിറത്തിൽ എത്തുമ്പോൾ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. ഹബീബായ മുത്തുനബിയുണ്ട്,
കോടാനക്കോടിക്കണക്കിന് മലായിക്കീങ്ങളുണ്ട്, 1,00,000 ചില്ലാനം വരുന്ന അമ്പിയാക്കന്മാരുണ്ട്. ഒരു ഭാഗത്ത് ഞങ്ങൾ ഉസ്താദുമാരുണ്ട്, ഒരു ഭാഗത്ത് ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, കൂട്ടുകാരുണ്ട്. എല്ലാരെ മുമ്പിലും അതാ സത്യം ഞങ്ങളെ കൈ തുറന്ന് പറയുകയാണ്, കാല് തുറന്ന് പറയുകയാണ്. മുത്തുനബി പറയുന്നു, ആദ്യമായിട്ട് സംസാരിക്കുന്നത് അവന്റെ തൊടക്കുട്ടിയാണ്. മനസ്സിലായില്ലേ? അവന്റെ 2 തൊടയുള്ള ഇടയിലുള്ള ആ സാധനമാണ് ആദ്യമായിട്ട് പളക്ക പറയുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇവിടെ തോറ്റുപോകുന്നത്, ഏറ്റവും കൂടുതൽ വിടക്കാക്കുന്നത് അവന്റെ 2 തൊടയിന്റെ ഇടയിലുള്ള ആ സാധനമാണ്. എത്ര വലിയ പ്രമാണിമാർ, എത്ര വലിയ MLA മാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, പ്രധാനമന്ത്രിമാർ ഇവിടെ നാണം കിട്ടുപോകുന്ന ഏറ്റവും വലിയ തെറ്റേതാണ്? ലൈംഗിക ബന്ധമാണ്. ആ ലൈംഗിക ഹറാമായ ബന്ധത്തിൽ ഏർപ്പെട്ട കാരണം കൊണ്ട് അവർ സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു പോകും ദുനിയാവിൽ. ആഖിറത്തിലെത്തുമ്പോൾ ഹബീബായ മുത്തുനബി പറയുന്നുണ്ട്, അതാ ആദ്യമായിട്ട് സംസാരിക്കുന്നത് അവന്റെ 2 തൊടക്കുട്ടിയുള്ള സാധനമാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. നാളെ ആഖിറത്തിന്റെ മുമ്പിൽ ഇന്നൊരു പക്ഷേ വലിയ പ്രമാണിയായിട്ട് എനിക്ക് ഇവിടെ നിൽക്കാം, നിങ്ങൾക്ക് നിൽക്കാം, ഒരാൾക്കും അറിയണമെന്നില്ല. നാളെ കോടാനക്കോടിക്കണക്ക് ജനങ്ങളെ മുമ്പിൽ ഞങ്ങൾ ഫളിയത്തായി പോകും. ഒരു ഭാഗത്ത് ഉസ്താദുമാരുണ്ട്, ഞങ്ങളെ ശിഷ്യന്മാരുണ്ട്, ഞങ്ങളെ വിശ്വസിച്ച് നല്ല ആദരിച്ച ആളുമാരുണ്ട്. അവരെ മുമ്പിലാണ് ഞങ്ങൾ ഫളിയത്താകുന്നത്. അതുകൊണ്ട് മുഅ്മിനേ, പറയാനുള്ളത് എന്നോടും നിങ്ങളോടും, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ അവസാനത്തെ 10ന്റെ ലാസ്റ്റ് ഭാഗത്തിലാണ്. എല്ലാവരും തൗബ ചെയ്യണം, അള്ളാഹുവിനോട് കരയണം. ആ കരഞ്ഞ് നാം വിളി കൊടുത്ത് റബ്ബിനോട് ദുആ തൗബ ചെയ്താൽ ആ റബ്ബ് ഞങ്ങൾക്ക് പൊറുത്തു തരും. അവിടെ വെച്ച് നാണം കെടേണ്ട ആവശ്യമില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസാണ്, ഒരാള് അള്ളാഹുവിനെ പേടിച്ച് അവൻ റബ്ബിനോട് തൗബ ചെയ്തിട്ട് 2 കണ്ണിൽ നിട്ട് അവന്റെ കണ്ണിട്ട് വെള്ളം ധാരയായിട്ട് ഉറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, കണ്ണിട്ട് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ തെറ്റുകാരനാണെങ്കിലും അവനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ കൈനിക്ക് ഒന്നും പറയാനില്ല, കാതിനിക്ക് ഒന്നും പറയാനില്ല, നാവിനിക്കുമൊന്നും മിണ്ടാനില്ല, എല്ലാം തെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്ന ഒരു അവയവമുണ്ട്, അതാണ് കൺപോളിലുള്ള ഈ മുടികളുണ്ടല്ലോ, ഈ രോമങ്ങളുണ്ടല്ലോ. റബ്ബിന്റെ മുമ്പിൽ പറയും, അല്ലാ, ഇവൻ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും ഒരു ദിവസം ഒരു സമയത്ത് നിന്നിലേക്ക് 2 കൈ ഉയർത്തി ആ റബ്ബാകുന്ന നിന്നോട് അവൻ ഖേദിച്ച് പേടിച്ച് കരഞ്ഞിട്ട് വെള്ളം ഇറക്കിയിട്ടുണ്ടല്ല. അത് കാരണം കൊണ്ട് അവനെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, ഞങ്ങളാരും തെറ്റ് ചെയ്യാത്തവരല്ല. എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും യജമാനായ അള്ളാഹു നമുക്ക് പുറത്തു തരും. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ മാഫ് ചെയ്യണേ റഹ്മാനെ, ഞങ്ങളെ ദോഷങ്ങളെ നീ പുറത്തു തരണേ റഹ്മാനെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരിക്കലും അല്ലാഹു തആല നാം ചെയ്ത തെറ്റുകളെ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് വ്യക്തമാക്കിയിട്ട് തന്നിട്ടല്ലാതെ അല്ലാഹു നരകത്തിലേക്ക് കടത്തുകയില്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഈ നിലക്ക് അസ്ഹാബു ശിമാലിക്ക് കൊടുക്കാനുള്ള, ഈ നിലക്ക് നരകത്തിലേക്ക് കടത്തി ശിക്ഷിക്കാനുള്ള കാരണം, ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ, അവർ ഭൂമി ലോകത്ത് ഇതിന് മുമ്പ് അടിച്ച് പൊളിച്ച് ജീവിച്ചവരാണ്. അള്ളാഹുവിന്റെ പള്ളി എന്തെന്ന് അവനക്ക് അറിഞ്ഞില്ല, പള്ളിന്റെ മുമ്പിലെത്തിയിട്ട് നിസ്കരിക്കാൻ തന്നില്ല, ഖുർആൻ എത്രയും ഉണ്ടായിട്ടും ഓതിയില്ല, അവൻ തെമ്മാടിത്തരത്തിൽ ജീവിച്ചു. അത് കാരണം കൊണ്ട് ഈ നിലക്കുള്ള ശിക്ഷയാണ് ആഖിറത്തിൽ കൊടുക്കുന്നത്. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം, അവൻ മരിക്കുന്ന കാലം വരെ വിശ്വസിച്ചു. ഇതെല്ലാം ഉസ്താദുമാർ പറയും. എന്തോ ഒരു മനസ്സിൽ സംശയം ഉണ്ടാകുമോ, ഇങ്ങനെ ഉണ്ടാകുമോ, ഈ പറയുന്ന എനിക്കടക്കം ഇങ്ങനെ ഉണ്ടാകുമോ, ഇത് വെറുതെ അല്ലേ, ഇത് എന്തോന്ന് പറയുന്നല്ലേ, ഞാനടക്കം ചിലപ്പോൾ മനസ്സിൽ വന്ന് പോകും. ഇല്ല ഇല്ല, ഖുർആൻ പറയുന്നു, വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം, അവർ
പുനർജീവിതത്തിനെ, മഹ്ശറനെ, ഖിയാമത്ത് നാൾ കൊണ്ട് അവർ വിശ്വസിച്ചില്ല. അവർ കളവാക്കി അതിൽ തന്നെ അവർ കൂടി നിന്നു. ആ കാരണം കൊണ്ട് അല്ലാഹു ശിക്ഷ കൊടുത്തു. പിന്നെയും പറയുന്നു വകാനൂ യഖൂലൂൻ അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ. വകാനൂ അവർ ആയിരുന്നു യഖൂലൂന അവർ സാധാരണ പറയുന്നവരായിരുന്നു അഇദാ മിത്നാ ഞങ്ങൾ മരിച്ചാൽ തുറാബൻ വഇളാമൻ ഞങ്ങളുടെ ശരീരങ്ങളൊക്കെ മണ്ണായി പോയാൽ, ഞങ്ങളുടെ ശരീരത്തിലുള്ള എലുമ്പുകൾ അത് മണ്ണോട് ചേർന്ന് പോയാൽ, അത് നുരുമ്പിപ്പോയാൽ, അത് മണ്ണായി പോയാൽ രണ്ടാമത് യാത്രയാക്കപ്പെടുമോ? ഈ കളവാക്കിയ കാഫിരീങ്ങളും മുസ്ലിമാണെന്ന് പേരുള്ളോ ഖിയാമത്ത് നാൾ കൊണ്ട് വിശ്വാസമില്ല അങ്ങനത്തെ ആളുകൾ പറയും ഐദാ മിത്ന ഞങ്ങൾ മരിച്ചാൽ തുറാബൻ ഇളാമ ആ ഖബറിൽ കൊണ്ടുപോയി മണ്ണായിട്ട് ഞങ്ങൾ എല്ലടക്കം നുരുമ്പിപ്പോയാൽ പിന്നീട് ഞങ്ങളൊരിക്കൽ യാത്രയാക്കപ്പെടുമാ എന്നൊരു വിഷയം ഒക്കെ ഞങ്ങളൊരിക്കൽ യാത്രയാക്കപ്പെടുമാ. പിന്നെയും അവർ ചോദിക്കുന്നു ഞങ്ങളെക്കാളും മുമ്പ് മരിച്ചുപോയ ഞങ്ങൾ പാപ്പമാർ അവരൊക്കെ എത്രയോ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അവരൊക്കെ രണ്ടാമത് യാത്രയാക്കപ്പെടുന്ന വിഷയം ഒക്കെ ഇത്. ഈ നിലക്ക് അവർ പറഞ്ഞ കാരണം കൊണ്ട് അവർ അല്ലാഹു വിശ്വസിച്ചില്ല, ഖുർആൻ വിശ്വസിച്ചില്ല, നബിമാരെ വിശ്വസിച്ചില്ല. ആ കാരണം കൊണ്ട് ഈ നിലക്കുള്ള ശിക്ഷ അല്ലാഹു തആല കൊടുത്തു. അങ്ങനെ ചോദിക്കുന്നവരോട് ഞങ്ങൾ മരിച്ചാൽ രണ്ടാമത് ഞങ്ങൾ യാത്രയാക്കപ്പെടുമോ, ഞങ്ങളെ ബാപ്പമാരെ യാത്രയാക്കപ്പെടുമോ? അവരോട് തങ്ങൾ മറുപടി കൊടുക്കുക ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീന ലമജ്മൂഊന ഇലാ ബിഖാതി യൗമിൻ മഅലൂം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ വിശദീകരണവും എല്ലാം നാളെ നമുക്ക് എന്താക്കാം സംസാരിക്കാം. ഇനി ഇൻഷാ അല്ലാഹ് 27 സുബഹിക്ക് ഉണ്ടാവല, 28, 29 ഈ 2-3 ദിവസം കൊണ്ട് എത്ര ആണ് അത്ര സൂറത്തുലാക്കിയ എന്താക്കും ക്ലാസ് എടുക്കും. ബാക്കിയുള്ളത് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ റമളാൻ കഴിഞ്ഞിട്ട് അല്ലാഹു നമ്മളെ ഒക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. أرحم الراحماയ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് നിന്റെ അടിമകളെ കൂട്ടത്തിൽ ഞങ്ങൾ ചെറിയവരാണ്, താണവരാണ് അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അല്ലാഹ്. ഞങ്ങൾ ജീവിതത്തിൽ കണ്ണുകൊണ്ട് ഹറാം നോക്കി പോയിട്ടുണ്ട് അല്ലാഹ്. മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഹറാം ചിന്തിച്ചിട്ടുണ്ട് അല്ലാഹ്. ഞങ്ങളെ ശരീരങ്ങളെ കൊണ്ട് പലതും ചെയ്തിട്ടുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ പാവപ്പെട്ട മിസ്കീന്മാരാണ് റഹ്മാനെ. നിന്റെ ഇബ്ലീസിന്റെ വസ്വാസ കൊണ്ട് അല്ലാഹുവേ പല സമയത്തും പലതിനും പെട്ടുപോയിട്ടുണ്ട് അല്ലാഹ്. നിന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട്, നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട്, മഗ്ഫിറത്ത് കൊണ്ട് അല്ലാഹ് ഈ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ കേൾക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി അല്ലാഹ് ഒരുമിച്ച് കൂടി മുഅ്മിനീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ അഫൂ ചെയ്യണേ അല്ലാഹ്. അല്ലാഹ്. ഞങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു കൂട്ടിയ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു താ അല്ലാഹ്. ഞങ്ങൾക്ക് നീ അഫൂ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ബാപ്പക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യ മക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ സാദാതീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നമുക്ക് ഭക്ഷണം തന്നവരുണ്ട്, ഞങ്ങൾക്ക് വെള്ളം തന്നവരുണ്ട്. പഠിക്കുന്ന കാലം മുതൽ ഇന്ന് വരേക്കും ഞങ്ങളോട് നല്ല നിലക്ക് എല്ലാ നിലക്കും സഹകരിച്ചവരുണ്ട് അല്ലാഹ്. പ്രത്യേകിച്ചും ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി കിതാബ് വാങ്ങി തന്നവരുണ്ടല്ല, പല നിലക്കും സഹായിച്ചവരുണ്ടല്ല, ബുക്ക് തന്നവരുണ്ടല്ല. എല്ലാം നിനക്ക് അറിയുന്നവരാണ്. അവർക്കെല്ലാം നീ അഫൂ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു താ റഹ്മാനെ. അല്ലാഹുവേ ആ സാബിഖീങ്ങളെ കൂട്ടത്തിലോ അസ്ഹാബുൽ യമീന്റെ കൂട്ടത്തിലോ ഞങ്ങളെല്ലാവരെയും പെടുത്തണം അല്ലാഹ്. അസ്ഹാബു ശിമാലിന്റെ
ആ കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും പെടുത്തല്ല അല്ലാ. എന്തെങ്കിലും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു താ റഹ്മാനേ, നീ അഫ്വ ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കണേ റഹ്മാനെ. അവസാനം മരിക്കുമ്പോൾ എല്ലാവരോടും നല്ല വസിയ്യത്ത് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.